പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ബേബിയൊക്കെ അടിപൊളിയായിട്ട് മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് രാത്രിയിലായിരുന്നു കേട്ടോ. ആ ടൈമിലേക്ക് വിശന്നപ്പോൾ ഞാൻ ചോറൊക്കെ തിന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇസുദാ നമ്മുടെ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഡ്രസ്സൊന്ന് മാറ്റേണ്ടി വന്നു. അതിനുശേഷം കസിൻസിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ലഗേജ് കൊടുത്തപ്പോഴാണ് ലഗേജ് ഒരുപാട് കൂടുതലാണെന്ന് മനസ്സിലായത്. അങ്ങനെ അതിൻ്റെ പുറകിൽ നിന്നൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ അടുത്ത പണി കിട്ടിയത്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 1.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി കുറച്ച് ടൈം ആയപ്പോഴത്തേക്കും ബേബി നല്ല ഉറക്കായിട്ടോ. പിന്നെ ഫുഡ് നമ്മൾ ഈ സച്ചുവിന് മാത്രം വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ കുറച്ചൊരു ടൈം ലേറ്റ് ആയിട്ടാണെങ്കിലും അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി. അപ്പം ഉമ്മച്ചിയും ബാബുവാണ് ഞങ്ങളെ കൂട്ടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവർ കണ്ടു. പിന്നെ അതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾ വരും എന്ന് പറഞ്ഞ ടൈമിനേലും ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം നേരം വെളുക്കാനായി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഉമ്മച്ചി അങ്ങനെ നേരെ റൂമിലേക്കും പോയി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കണ്ടോ നേരം വെളുത്തു.